നോയ്സ് പുറത്തിറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ബഡ്സ് കണക്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. 50 hours ഓഫ് പ്ലേ ടൈമോട് കൂടി വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. ആസ് ഓൾവേസ് നോയ്സ് ഇപ്പോൾ നല്ല ഓഫറിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ട ശേഷം ഈ ഒരു ബഡ്സ് ഗ്രാബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ എവിടെയും പോകേണ്ടതില്ല. വീഡിയോക്ക് താഴെ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇത് ഗ്രാബ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളിൽ ഈ ഒരു ബഡ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വളരെ ക്വിക്കായിട്ട് കാണാം. ബോക്സിന് മുകളിലായിട്ട് നോയ്സിൻ്റെ ബ്രാൻഡിംഗ് കാണാനായിട്ട് പറ്റും. പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷനൊക്കെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു ഡിറ്റക്ഷൻ ഉണ്ട്, അതുപോലെ 50 hours ഓഫ് പ്ലേ ടൈം ഉണ്ട്, ഡ്യുവൽ ഡിവൈസ് പെയറിംഗ് ഉണ്ട്, പിന്നെ ബഡ്സിൻ്റെ നല്ലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ബഡ്സ് കണക്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. മാത്രമല്ല ഇപ്പം നല്ല ഒരു സീലോട് കൂടിയാണ് പ്രോഡക്റ്റ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള പീസാണ് കിട്ടുന്ന ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ഈ ഒരു വർഷത്തേക്ക് വരുമ്പോഴും നമുക്ക് കുറേ സ്പെസിഫിക്കേഷനും ഡീറ്റെയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. പിറകിലോട്ട് വരുമ്പോൾ ബ്രാൻഡിൻ്റെ കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു വർഷമായിട്ട് നമുക്ക് പ്രൈസ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി ഡീറ്റെയിലൊക്കെയാണ്. പിന്നെ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിന് പുറത്തായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഒരു ബോക്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു റീറ്റെയിൽ യൂണിറ്റ് വാങ്ങിക്കുന്ന സമയത്ത് എങ്ങനെ കിട്ടാൻ പോകുന്നതെന്ന് കാണാം. ഇത്തരത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം നല്ല ഡിസ്കൗണ്ടിൽ കൊടുക്കാറുണ്ട്. നമ്മുടെ ഓഫർ കാർട്ട് എന്ന ചാനൽ വഴിയാണ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരാറുള്ളത്. ഏകദേശം ഒരു 50-60% ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ബുക്ക് മൈഷോയുടെ ഒരു വോച്ചർ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഈ ഒരു റിവാർഡ് റെഡീം ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സ്റ്റിക്കേഴ്സ് ഇഷ്ടം പോലെയുണ്ട്, നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത്തരത്തിലൊരു യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും പേർപ്പേഴ്സാണ് നമുക്ക് ഈ ഒരു പാക്കറ്റിനകത്ത് കിട്ടുന്നത്. വളരെ ക്വിക്കായിട്ട് ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ളൊരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. പിന്നെ നമ്മുടെ ഇയർ സൈസൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ കുറച്ച് എക്സ്ട്രാ ഇയർ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ബഡ്സിൻ്റെ കളറിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ബോക്സിനകത്ത് ബഡ്സ് അല്ലാതെ കിട്ടുന്നത്. മാറ്റ് ഫിനിഷോട് കൂടിയാണ് കേസ് വന്നിട്ടുള്ളത്. നോയ്സിൻ്റെ ബ്രാൻഡിങ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല സ്റ്റൈൽ ആൻഡ് കളറിലാണ് ഈ ഒരു ബഡ്സ് വന്നിട്ടുള്ളത്. ഈ ഒരു വർഷത്തായിട്ട് നമുക്ക് ആ ഒരു ചാർജിങ് ലൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വർഷത്തേക്ക് വരുമ്പോഴും ഇതിൻ്റെ ആ ഒരു ചാർജിങ് പോർട്ട് കാണാനായിട്ട് പറ്റും. ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ്. കയ്യിലൊതുങ്ങുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ്. നല്ല മാറ്റ് ഫിനിഷോട് കൂടിയാണ് കേസ് വന്നിട്ടുള്ളത്. കേസിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കേസ് വന്നിട്ടുള്ളത്. പല വ്യത്യസ്ത കളേഴ്സിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. ഈ ഒരു കളർ മാത്രമല്ല, മറ്റൊരു ഡിഫറൻറ്റ് കളറും നമ്മുടെ പക്കൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് ബഡ്സ് ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും. നല്ല സ്റ്റൈൽ ആൻഡ് ലുക്കിലാണ് ബഡ്സ് ഇരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് തന്നെ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്ററൊക്കെ കാണാനായിട്ട് പറ്റും. കേസിനകത്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന് മാഗ്നറ്റിക് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് താഴെ വീഴുന്ന് പേടിക്കേണ്ട കാര്യമല്ല. കാരണം ഇപ്പോൾ നമ്മൾ കേസ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ബഡ്സ് താഴെ വീണു പോകില്ല. സോ നല്ല മാഗ്നറ്റിക് സപ്പോർട്ടോട് കൂടിയാണ് ബഡ്സ് ഇതിനകത്ത് ഇരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വർഷത്തായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു ക്രോം ഫിനിഷോട് കൂടിയാണ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്കിത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു കേസ് വന്നിട്ടുള്ളത്. നമുക്ക് ബഡ്സ് ഒന്ന് പുറത്തോട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് കയ്യിലെടുക്കുമ്പോൾ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, വളരെ ബൾക്കി ആയിട്ടുള്ള ബഡ്സ് അല്ല. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു ക്രോം ഫിനിഷോട് കൂടിയാണ്. ആ നോയ്സിൻ്റെ ബ്രാൻഡിംഗ് ഒക്കെ വരുന്ന ഭാഗത്ത് ക്രോം ഫിനിഷ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലും ലുക്കിലാണ് ബഡ്സ് ഉള്ളത്. ഈ ഒരു വർഷമായിട്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇത് ചെവിയിൽ എങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെവിയിൽ നല്ലപോലെ ഫേമായിട്ട് ഫിറ്റായിട്ട് നിൽക്കും. കാരണം സൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലപോലെ ചെവിയിൽ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ്. അപ്പോൾ നമ്മളിത് ചെവിയിലോട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റിയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ഒരേ സമയം നമുക്ക് 2 ഡിവൈസുമായിട്ട് ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഇയർ ഡിറ്റക്ഷനും ഈ ഒരു ബഡ്സിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെവിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പോസ് ആകും. ഇനി അഥവാ നിങ്ങൾക്ക് വീണ്ടും ചെവിയിലോട്ട് വെക്കുകയാണെങ്കിൽ വീണ്ടും അത് പ്ലേ ആകും. ആ ഒരു ഫീച്ചറൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ജമ്പ് ചെയ്യുമ്പോഴും റൺ ചെയ്യുമ്പോഴും ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് ആണ്. ഇനി ഗെയിമിംഗ് മോഡൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ബഡ്സിൽ നമ്മൾ ഇത്തരത്തിലൊരു 2-3 സെക്കൻഡ് ഇങ്ങനെ ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വി ഫൈറ്റ് എന്ന് പറഞ്ഞ ഒരു വോയിസ് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഗെയിമിംഗ് മോഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഗെയിമിംഗ് ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു മ്യൂസിക് ഇപ്പോൾ പ്ലേ ചെയ്യുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ബഡ്സിൽ 2 തവണ ഇത്തരത്തിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ആകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത് പ്ലേ ആകുന്നുണ്ട്. ഇനി നിങ്ങൾ ഇതേ സോങ് തന്നെ ഒന്ന് പോസ് ചെയ്യണമെന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു ബഡ്സിൽ ഇത്തരത്തിൽ 2 തവണ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് കാണാം പോസ് ആയിട്ടുണ്ട്. നിങ്ങൾ പ്ലേ ചെയ്യുന്ന ട്രാക്ക് നെക്സ്റ്റ് ട്രാക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ബഡ്സിൽ 3 തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രാക്കിലോട്ട് അത് കൺവേർട്ട് ആയിട്ട് പോകും. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് ട്രാക്കിലോട്ട് അത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് ട്രാക്ക് പ്ലേ ആകുന്നുണ്ട്. പ്രീവിയസ് ട്രാക്കിലോട്ടാണ് പോകേണ്ടതെങ്കിൽ ഇത്തരത്തിൽ 3 തവണ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ട്രാക്കിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 3 തവണ ടാപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം പ്രീവിയസ് ട്രാക്കിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ 4 തവണയാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വോയിസ് അസിസ്റ്റൻറ്റ് വേക്കപ്പ് ആയിട്ട് കമാൻഡ്സ് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വോയിസ് അസിസ്റ്റൻറ്റ് വേക്കപ്പ് ആയിട്ടുണ്ട്. സിമിലർലി ഈസി ആയിട്ട് ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഇതിൽ വോയിസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. വോയിസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ സിംഗിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വോയിസ് ഇങ്ങനെ ഇൻക്രീസ് ആകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വോയിസ് ഡൗൺ ആക്കണമെന്നാണെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ സിംഗിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വോയിസ് ഡൗൺ ആകുന്നതാണ്.
വോയിസ് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ പ്ലേ പോസ് ആണ്. സിംഗിൾ ടാപ്പിലൂടെ വോയിസ് കൺട്രോൾ ചെയ്യാം. ഡബിൾ ടാപ്പ് എടുത്തുകൊണ്ട് പ്ലേ പോസ് ആണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ട്രിപ്പിൾ ടാപ്പിലൂടെ നിങ്ങൾക്ക് നെക്സ്റ്റ് ട്രാക്കിലോട്ടും പ്രീവിയസ് ട്രാക്കിലോട്ടും വരാനായിട്ട് പറ്റും. ആ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇതിൽ നമുക്ക് ഇനിയൊരു ഡിറ്റക്ഷൻ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു സോങ് ഇപ്പോൾ ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബഡ്സ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പോസ് ആയിട്ടുണ്ട്. ഇനി പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബഡ്സ് ഒന്ന് വിയർ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് പ്ലേ ആകുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. കണ്ടില്ല, നമ്മുടെ ഇനിയർ ഡിറ്റക്ഷൻ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ മാനുവലി ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മ്യൂസിക്കൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് നല്ലപോലെ കേൾക്കുന്ന ആളാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കോൾസ് മാനേജ് ചെയ്യാനായിട്ട് ബഡ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഇൻകമിംഗ് കോൾ വരികയാണെങ്കിൽ അത് റിസീവ് ചെയ്യാനായിട്ട് നിങ്ങളൊരു ഡബിൾ ടാപ്പ് കൊടുത്താൽ മതി. പിന്നെ ആ ഒരു കോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ് കൊടുത്തുകൊണ്ട് കോൾ ഡിസ്കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വരുന്ന കോൾ നിങ്ങൾക്ക് എടുക്കേണ്ടതില്ല, അത് കട്ട് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങളൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഡിസ്കണക്റ്റ് ആകുന്നതാണ്. അതായത് കോൾ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലാണ് ആ ഒരു കോൾ ഫീച്ചർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതും ഇതിലൂടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നോയ്സിൻ്റെ ഈ ഒരു കിടിലൻ ബഡ്സ് കണക്ട് ഓഫർ പ്രൈസിൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇത് ഗ്രാബ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല വീഡിയോക്ക് താഴെ തന്നെ ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും. അതിലൂടെ നിങ്ങൾക്ക് ഇത് ഗ്രാബ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല പ്രൈസ് ഇൻക്രീസ് ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതിനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് കിട്ടുന്നതിനായിട്ട് നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൺലൈൻ ഓഫേഴ്സിൻ്റെ അപ്ഡേറ്റ് ആണ് ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൊടുക്കാറുള്ളത്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.